എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് കല്യാണ മീൻകറിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കുറച്ച് നാളത്തേക്ക് കേടാവാതെ വെക്കാൻ പറ്റുന്ന, പേര് പോലെ തന്നെ കല്യാണങ്ങളിലൊക്കെ സെർവ് ചെയ്യുന്ന മീൻകറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ അത്യാവശ്യം കഴമ്പുള്ള മീൻ ചെറുതായി മുറിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേരച്ചൂരയാണ്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. നെയ്മീൻ എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കഴമ്പുള്ള മീനുകൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം മാറ്റി വയ്ക്കാം. കുടംപുളിയാണ് ഈ ഒരു മീൻകറിയിലേക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഒരു 3 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. കുറച്ച് പുളി കൂടി നിൽക്കുന്നതാണ് ഈ ഒരു മീൻകറിക്ക് ടേസ്റ്റി ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ചിലർക്ക് പുളി കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്ര പുളി ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് എടുക്കാം. പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുതിരാൻ വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. പുളി നന്നായി കുതിർന്ന് കിട്ടിക്കോളും. ചെറിയൊരു ചൂടുവെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിനി മാറ്റി വയ്ക്കാം. ഈ ഒരു കറിയിലേക്ക് ഉള്ളിയും സവാളയും ചേർക്കാറില്ല. പകരം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ചേർക്കുന്നത്. 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും 10 മുതൽ 15, 20 വെളുത്തുള്ളി വരെയൊക്കെ എടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കണം. ഇനി ഇങ്ങനെ ചതച്ചെടുക്കാത്തവരാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇഞ്ചി എടുക്കുന്ന സമയത്ത് ചെറുതായി മുറിച്ചതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കുക. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ചെറുതായി മുറിച്ച് മാറ്റി വയ്ക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. നല്ല കളർ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അധികം എരിവും ഉണ്ടാവില്ല. ഇനി കശ്മീരി മുളക് പൊടി അല്ലാതെ സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകാനത് കാരണമാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചത് ചേർക്കാം. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണ്. ഒരുപാട് ചേർക്കാൻ പാടില്ല. 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഒരുപാട് ചേർത്താൽ കറിക്ക് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ബാക്കിയുള്ളത് ആവശ്യത്തിന് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ പുളി കുതിർത്തി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടിയോ പാനോ ചൂടാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമാണ് ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി കറക്റ്റായി കിട്ടുന്നത്. കറി തയ്യാറാക്കാനുള്ള ചട്ടി എടുക്കാം. ഇനി ഈ കറിയിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ ടേസ്റ്റ് ഈ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് തരുന്നത്. അപ്പോൾ 2-3 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഊരിയിടാം. ഇനി മീൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിലും ഒരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. കുതിർത്തി വെച്ച കുടംപുളി ചേർക്കാം.
തിളപ്പിച്ച് വെച്ചിട്ടുള്ള പൊടികളുടെ ആ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. മീനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ഒരു ചെറിയ ചായ ഗ്ലാസ്സിലൊക്കെ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ സ്പൂൺ യൂസ് ചെയ്തിട്ടൊന്നും മിക്സ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് ആ ഒരു മസാല ആക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നും ചെയ്യാനില്ല, വേവിച്ചെടുത്താൽ മാത്രം മതി. കറി തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ തീയിലും വെക്കാം. ചെറിയ തീയിൽ വെക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. അപ്പോഴാണ് കറിയെല്ലാം വറ്റി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ചാറിനനുസരിച്ച് കറി വറ്റുന്തോറും ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കറി കുറച്ച് നേരം ഇരുന്നതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. പിറ്റേ ദിവസം എടുത്ത് സെർവ് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഏകദേശം 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കണം. നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ കൂടി പോകാൻ പാടില്ല. 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. കൂടിപ്പോയാലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. കറി വെന്തതിന് ശേഷം ഒരു സ്പൂണൊന്നും ഉപയോഗിച്ചിട്ട് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം. ഈ ഒരു കറി പുറത്ത് തന്നെ വെച്ച് കേടാവാതെ നമുക്ക് കുറച്ച് നേരം സൂക്ഷിക്കാൻ പറ്റും, കുറച്ച് ദിവസങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇതിലേക്ക് ഇടുന്ന സ്പൂണ് അധികം ജലാംശം ഇല്ലാത്തതായിരിക്കുക. പിന്നെ നമ്മൾ ഇട്ട സ്പൂണ് തന്നെ ഇടാണ്ടിരിക്കുക. വേറെ കറിക്ക് ഊരിയ സ്പൂൺ ഇടാണ്ടിരിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബാക്കി കറി ഇതിലേക്ക് ഒഴിച്ച് വെക്കാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ എല്ലാ ദിവസവും ഇതൊന്നെടുത്ത് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിളയ്ക്കുമ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കുക. ഒരു 3 ദിവസം വരെയൊക്കെ ഈ കറി കേടാവാതെ പുറത്തിരിക്കും. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇത് കേടാവാതിരിക്കും. എല്ലാ ദിവസവും രാവിലെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നേ ഉള്ളൂ. നല്ലപോലെ ചൂടാക്കി എടുത്ത് വയ്ക്കാം. പിന്നെ ഇപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് കറി പുറത്തിരുന്ന് ചീത്താവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പമാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എനിക്ക് ഈ ഒരു റെസിപ്പി യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. മിക്കവാറും ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോഴൊക്കെ സക്സസ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.